ഹലോ, ഇന്നിപ്പോൾ എല്ലാവരുടെയും വെള്ളത്തിനും ഓരോ പ്രശ്നങ്ങൾ, ഓരോ അസുഖങ്ങൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമ്മുടെ വീട്ടിലെ വെള്ളം തീരെ ക്ലിയർ ഉണ്ടാവില്ല മഴക്കാലത്ത്. അതാണ് പ്രശ്നം, വേറെ ഒന്നുമില്ല. അപ്പോൾ ഒരു ഫിൽറ്റർ വെക്കാമെന്ന് വെച്ചു. ഞാൻ ഇതുവരെ എനിക്കിതിനെപ്പറ്റി യാതൊന്നും അറിയില്ല. പക്ഷേ ഞാൻ കുറേ കാലമായി നമ്മളെ കിണർ വെള്ളം മഴക്കാലത്ത് മാത്രം കേട്ടോ, മഴക്കാലത്ത് ഒരു കലക്ക് പോലെ വരും. അപ്പോൾ ഇത് എല്ലാവർക്കും കാണുമ്പോൾ ഒരു സംശയമാണ്, എന്താണ് ഈ വെള്ളം ഇങ്ങനെ ബക്കറ്റിൽ പിടിക്കുമ്പോൾ. അതുകൊണ്ട് വേറൊരു ഫിൽറ്റർ ഇതൊന്ന് വയ്ക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിൻ്റേതാണ് ഒരു വീഡിയോ എടുത്തത്. അതിൻ്റെ മുകളിൽ പിടിപ്പിക്കേണ്ട സാധനങ്ങളാണ്. അപ്പോൾ ഈ ഫിൽറ്റർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അവരൊക്കെ ടെസ്റ്റൊക്കെ ചെയ്തു എന്നിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇത് മാർബിളിൻ്റെ കുറച്ച് പീസുകളാണ് പോലും, കുറച്ച് വലിപ്പത്തിൽ, പല പല വലിപ്പത്തിലുണ്ടാവും. അത് നമ്മുടെ വെള്ളത്തിൻ്റെ ഇതനുസരിച്ച് ഓരോ മെറ്റീരിയൽസ് അവർ ചേർക്കും. ഇപ്പോൾ നമ്മുടെ വെള്ളത്തിൽ വേറെ ഒന്നുമില്ല, ഇരുമ്പിൻ്റെ അംശമില്ല, ഒന്നുമില്ല. പക്ഷേ ആ ചളി നീക്കം ചെയ്യണം. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഫിൽറ്ററിൽ അവർ ഈ മെറ്റീരിയൽ നിറയ്ക്കുന്നത്. നമുക്കും അത് മാത്രമേ വേണ്ടൂ. അതായത് മറ്റുള്ള ഇലക്ട്രിക്കിൻ്റെ ഫിൽറ്ററുകളൊക്കെ അതിൻ്റെ ഫുൾ വെള്ളത്തിലെല്ലാം കളഞ്ഞ് പിന്നീടാണ് അത് പുതുതായി ചേർത്ത് ചെയ്യുക. ഇത് അങ്ങനെയല്ല, കിണറിലെ വെള്ളം അതിലുള്ള അഴുക്ക് മാത്രം. ഇപ്പോൾ വേറെ മെറ്റീരിയൽസ് എന്തെങ്കിലും പലതുണ്ടാവും പോലും. അപ്പോൾ ഇത് 3 തരത്തിലുള്ള ചാക്കിൽ ഓരോ വെള്ളം ക്ലിയർ ആവുന്നതിനനുസരിച്ച് വേണ്ടുന്നതാണ് അവർ അതിനനുസരിച്ചുള്ള ചെയ്യുക. അപ്പോൾ ഇത് ആ സിലിണ്ടർ പോലത്തെ ഇട്ട് നിറച്ചിട്ട് പിന്നെ അതിലൂടെ വെള്ളം കടന്നു വരുമ്പോൾ ഈ ചളിയൊക്കെ അത് പിടിച്ചെടുത്ത് ക്ലിയർ ആക്കുകയാണ് ചെയ്യുക. അത് മാത്രമാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്തായാലും ചെയ്യണമെന്ന് വിചാരിച്ചപ്പോഴും മഴക്കാലത്ത് വെള്ളത്തിന് അങ്ങനെ ഒരു കളറ് വരുന്നതുകൊണ്ട് ചെയ്യാമെന്ന് വെച്ചു. ഇതൊക്കെ അതിന് വരുന്ന പൈപ്പ് ഇതൊക്കെ അവർ കൊണ്ടുവരും. ഇത് ചെയ്തു തന്നത് എൻഷൈൻ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു വാട്ടർ ഫിൽറ്ററിൻ്റെ അവരാണ് ചെയ്തത്. ഞാനിത് കുറേ അന്വേഷിക്കുന്നു. അപ്പോൾ കൂത്തുപറമ്പിൽ ഇപ്പോൾ അവരുടെ ഒരു ഷോപ്പ് കണ്ടുകൊണ്ട് അവിടെ പോയി വിളിച്ചു. അങ്ങനെ അവർ വന്നെല്ലാം ചെയ്തു തന്നു. നല്ല സർവീസാണ്, എല്ലാം നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും. എത്ര പ്രാവശ്യം വിളിച്ചാലും അവർ വന്ന് എല്ലാം ചെക്ക് ചെയ്ത് വീണ്ടും പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഒന്നാമത് അതാണ്, ഞാൻ ചില സ്ഥലത്തൊക്കെ കണ്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ അത് ടെക്നീഷ്യനാണ്, അവർ വന്ന് എല്ലാം പിടിപ്പിച്ചത്. നല്ല വെള്ളം പോകുന്ന ടാപ്പാണ്. ഇതാണ് നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത്. ഇപ്പോൾ ആഴ്ചക്ക് നമ്മുടെ വെള്ളം ടാപ്പിൽ വരുന്ന വെള്ളം ക്ലിയർ കുറയുമ്പോൾ നമ്മളിത് ഈ മുകളിലുള്ള ലിവർ അമർത്തി ബാക്ക് വാഷ് എന്ന് പറയും, പൈപ്പിലൂടെ അതിൻ്റെ ചെളിവെള്ളം പുറത്ത് പോവുകയാണ് ചെയ്യുക. അത് നിങ്ങളുടെ ടാപ്പിലെ വെള്ളം ക്ലിയർ കുറയുന്നതനുസരിച്ച് ഇതിലൂടെയാണ് മോശം വെള്ളം പോവുക. അപ്പോൾ അത് നമ്മൾ അതിനൊരു ഹോസ് ഇട്ടിട്ട് കുറച്ച് ദൂരെ ആക്കി വെച്ചാൽ മതി. ചെടിക്കൊക്കെ ഒഴിക്കാം. ആ സമയത്ത് ഇതിലൂടെ നല്ല വെള്ളം വരികയും ചെയ്യും. അപ്പോൾ ഈ പൈപ്പ് ഫിറ്റിങ്ങിലൂടെ നേരെ കിണറിൽ നിന്ന് മോട്ടോറിലേക്ക് അടിക്കുന്ന വെള്ളം നേരെ ഈ സിലിണ്ടറിലേക്കാണ് വരിക. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു പൈപ്പ് താത്തിയിട്ടുണ്ട്. അതിലൂടെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയി ഫിൽറ്റർ ചെയ്ത് അത് മറ്റേ പൈപ്പിലൂടെയാണ് നമ്മുടെ ടാങ്കിലേക്ക് പോവുക. അതായത് കിണറിൽ നിന്ന് ഡയറക്റ്റ് ടാങ്കിലേക്ക് പോവില്ല. ഇതിൽ വന്ന് പിന്നെ ഫിൽറ്റർ ചെയ്ത് എന്നിട്ട് വേറൊരു പൈപ്പിലൂടെ ടാങ്കിലേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമുക്ക് അഴുക്ക് വെള്ളം പോകേണ്ടതാണ്. അതിനൊരു പൈപ്പ് ഇട്ടിട്ട് ദൂരേക്ക് കൊടുക്കും. ഇപ്പോൾ ഇതൊന്ന് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ അതായത് ഇപ്പോൾ പുതിയ വെള്ളം നമ്മൾ ഉപയോഗിച്ച് ഇതിലേക്ക് ഫിൽറ്റർ ചെയ്യാൻ വന്നില്ലല്ലോ, അതുകൊണ്ട് വെള്ളത്തിനൊരു കുഴപ്പമില്ല. അല്ലാത്ത സമയത്ത് ഫിൽറ്റർ നമ്മുടെ ടാപ്പിലെ വെള്ളം കളർ മാറുന്നതിനനുസരിച്ച് ആഴ്ചയിൽ 2-3 പ്രാവശ്യം വേണ്ടിയൊക്കെ ചെയ്യാം. ഇനി ക്ലിയർ ആണെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്താൽ. ഇതിപ്പോൾ ക്ലിയർ വെള്ളമാണ്, നല്ല വെള്ളം. ഇതാണ് ടാങ്കിലേക്ക് പോവുക. ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്താൽ മതി. അപ്പോൾ ആ സമയത്ത് നല്ല ചളി വെള്ളമാണ് ശരിക്കും പോകുന്നത്. ആ ഒരാഴ്ചയൊക്കെ ചെയ്യുമ്പോൾ നല്ല ചളിവെള്ളമായിരിക്കും. ഒരു 5 മിനിറ്റോളം പോവും. പിന്നെ നമ്മൾ ഈ വാൾവ് മാറ്റി അത് റിൻസ് ചെയ്ത് പിന്നെയും അതിൻ്റെ നല്ല വെള്ളമാവുന്നത് വരെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വെള്ളമായിരിക്കും. അപ്പോൾ അദ്ദേഹം എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇനി നിങ്ങളുടെ വെള്ളവും ക്ലിയർ അല്ലെങ്കിലും വേറെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്ത് ഈ നല്ല സർവീസ് ഉള്ളവരെ നോക്കി കണ്ടുപിടിച്ച് ചെയ്യാം.